ഹായ് ഗേസ്, ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. നെത്തോലി, അയല, ചെമ്പല്ലി. ആ റെഡ് മീനാണ് ചെമ്പല്ലി. ചെമ്പല്ലിയാണ് ഇന്ന് ഫ്രൈ ചെയ്യാമെന്ന് കരുതുന്നത്. ബാക്കി 2 മീനും ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ചെമ്പല്ലി ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ചെമ്പല്ലി ഫിഷിനെ കുറിച്ച് ഒന്നും അറിയില്ല. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് വാങ്ങി ഫ്രൈ ചെയ്യാമെന്ന് കരുതുന്നു. അങ്ങനെ ഫിഷൊക്കെ വൃത്തിയാക്കി എടുത്തു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഏകദേശം 2019 ആ ടൈമിലാണ് ഞാൻ ഇതിനു മുമ്പൊരു ഫിഷിൻ്റെത് വീഡിയോ ഇടുന്നത്. അത് സിലോപ്പി ആയിരുന്നു. അന്ന് ഞാൻ വീഡിയോ ഇടുന്ന ടൈമിൽ എനിക്ക് വീഡിയോയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. വീഡിയോ എന്താണെന്നോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ എഡിറ്റിംഗ് എന്താണെന്നോ അതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയില്ലാതെയാണ് അന്ന് ചെയ്തത്. അന്ന് എനിക്കിതെല്ലാം ചെയ്തു തന്നത് എൻ്റെ ബ്രദറാണ്. എനിക്കിതൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അവൻ ഇപ്പോൾ ഇവിടെ ഇല്ല, അവനിപ്പോൾ പുറത്താണ്. അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രസമാണ്. അവനെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയൊന്നുമല്ല. നമ്മളെന്ന് വെച്ചാൽ ദോശ, അപ്പം, ചോറ് അതൊക്കെയല്ലേ കഴിക്കുന്നത്. അവനെന്ന് പറഞ്ഞാൽ ഒൺലി നോൺ വെജ്. ബെറോട്ട, ചിക്കൻ, ബീഫ് അങ്ങനെയുള്ളത് മാത്രമേ കഴിക്കൂ. അത് രാവിലെ ഒരു ഗ്ലാസ് പാൽ കുടിക്കും. ഉച്ചയ്ക്കൊന്നും കഴിക്കൂല. രാത്രിയാകുമ്പോൾ ഈ ഉച്ചയ്ക്കും കൂടെ ഉള്ളത് രാത്രി കഴിക്കും. പോയി ബെറോട്ടയും വാങ്ങി ചിക്കനോ ബീഫോ എന്താണെന്ന് വെച്ചാൽ നോൺ വെജ് അതേ കഴിക്കൂ. അപ്പോൾ ഞാൻ പോയി ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുമ്പോൾ 6 അവൻ കഴിക്കുമെങ്കിൽ 1 എനിക്ക് തരും. അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം കിടന്ന് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് കിച്ചണിൽ തട്ടുമുട്ടൽ തുടങ്ങും. ഇവന് വേണ്ടിയിട്ട് ചിക്കനായാലും എന്തായാലും പുരട്ടി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഇവൻ എപ്പോഴാണ് ആവശ്യപ്പെടുന്നതെന്ന് അറിഞ്ഞിട്ട് അവൻ ഇതേ കഴിക്കും. അതുകൊണ്ട് എപ്പോഴും ഓൾറെഡി ഈ സംഭവങ്ങൾ ഫ്രിഡ്ജിൽ കാണും. ഇവൻ അതെടുത്ത് വെച്ച് ഫ്രൈ ചെയ്യായിരിക്കും. ഞാനും മിണ്ടാതെ കിടക്കും. ഇതിൻ്റെ മണം അടിക്കുമ്പോഴത്തേക്ക് എനിക്കിരിക്കാൻ പറ്റില്ല. കുറേ കഴിയുമ്പോൾ അവൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഞാൻ ഓടിച്ച് അതിൽ നിന്ന് 1 എടുത്തുകൊണ്ട് ഓടി റൂമിൽ കയറി കതവ് കുറ്റിയിടും. കതവ് കുറ്റിയിട്ടില്ലെങ്കിൽ അവൻ എന്നെ തിന്നും. പോകുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും തട്ടിയടിച്ച് വീണാലും എനിക്ക് മരണം ഉറപ്പാണ്, അവൻ്റെ കൈ കിട്ടിയാലും ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ മരണം വെപ്രാളത്തിൽ ഓടി അകത്തേറി കതവും കുറ്റിയിടും. പിന്നെ രാവിലെ മാത്രമേ തുറക്കാറുള്ളൂ. അപ്പോൾ അവൻ്റെ ദേഷ്യം അടങ്ങും. എനിക്കിപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അതൊക്കെ ഒരു കാലം. പിന്നെ നമുക്ക് ഫിഷിലോട്ട് വരാം. ഫിഷ് സാധാ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ വേറെ പുതിയ റെസിപ്പീസൊന്നുമില്ല. സംഭവം സൂപ്പറായിരുന്നു എന്ന് മോൻ കഴിച്ചിട്ട് പറഞ്ഞായിരുന്നു. അവന് വേണ്ടിയാണ് ഫ്രൈ ചെയ്തത്. അവൻ സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു.